രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ പോളെ, നീ കാര്യം പറ. ആന്റിക്കറിയോ, ഈ സുനില് കാരണം ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്രമാത്രം പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അതെപ്പോ? ദേ, നീ തൽക്കാലം മിണ്ടണ്ട. നിനക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തരാം. എന്ത്? അന്ന് സുനിലിനെ എന്റെ മുറി കണ്ടത് മുതല് എല്ലാവരുടെയും കണ്ണിൽ ഞാനാണല്ലോ തെറ്റുകാരി. എന്നാലേ അന്ന് ഞാൻ നിരപരാധിയായിരുന്നെന്നും എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സുനിൽ എന്റെ റൂമിൽ വന്നതെന്നും ഞാൻ ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി തരാൻ പോവാ. സത്യം എന്താണെന്ന് സുനിലിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരല്പം ഞാൻ സുനിലിനോട് ഓവറായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് വെറും ആക്ടിംഗ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. നീ എന്തൊക്കെ മനസ്സിൽ പറയുന്നത്? അത് കഴിഞ്ഞ കാര്യമല്ലേ? നമ്മുടെ സ്വകാര്യ കാര്യം എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത്? നമ്മുടെ സ്വകാര്യ കാര്യങ്ങളോ? എന്താ നമ്മുടെ സ്വകാര്യ കാര്യങ്ങള്? അത് ഞാൻ ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. മോളെ, എന്താ വെച്ചാൽ നീ തെളിച്ചു പറ. ഇവൻ എന്തെങ്കിലും തരകിട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇപ്പൊ തന്നെ കെട്ടുകെട്ടിച്ച് വന്നേ, ഇങ്ങോട്ട് വരാ. ഈ സുനിൽ എന്റെ മുറിയിൽ അന്ന് രാത്രി എങ്ങനെയാ വന്നതെന്ന് ഈ സുനിലിന്റെ നാവ് കൊണ്ട് എന്നെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ, എല്ലാ തെളിവുകളും ഇതിലുണ്ട്. ഞാനിതിപ്പോ പ്ലേ ചെയ്യാം. നല്ല കാര്യം, ശരിയാണ്. ഞാൻ ഒളിച്ചു കളിച്ചിട്ടൊന്നുമില്ല സുനിലേട്ടാ. സുനിലേട്ടനാ എന്നോട് കള്ളത്തരം കാണിച്ചത്. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അന്ന് ഞാനാണ് സുനിലേട്ടനെ മുറി കയറ്റിയതെന്നല്ലേ സുനിലേട്ടൻ ഇവിടെയുള്ള എല്ലാരോടും പറഞ്ഞേ. യഥാർത്ഥത്തിൽ നടന്നത് എന്താന്ന് സുനിലേട്ടന് അറിയാലോ. താൻ ഇപ്പോഴും അക്കാര്യം ആലോചിച്ചിരിക്കണോ? അതൊക്കെ നീ വിട്ടേക്ക് മനസ്സാണ്. നമുക്കിനി വരും കാലത്തെ കുറിച്ച് സംസാരിക്കാം. അന്ന് ശരിക്കും എന്താ ഉണ്ടായത്? തനിക്ക് ഓർമ്മയില്ലല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഒന്ന് പറ സുനിലേട്ടാ, പ്ലീസ്. പറയട്ടെ. അന്ന് രാത്രി രാത്രി പറ സുനിലേട്ടാ. അന്ന് രാത്രി എന്താ പാടിയത്? ഇതല്ല ഞാൻ. എങ്ങനെയാ വരണത്? കണ്ടില്ലേ മനസ്സ, നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളെ മറ്റുള്ളവരുടെ മുമ്പില് അവതരിപ്പിക്കാൻ പോയതേ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്താ മനസ്സ്, ഇതാണോ താൻ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പോയത്? അല്ല സൂര്യ, സത്യമായിട്ട് ഇതിലെല്ലാം ഉണ്ടായിരുന്നതാ.
എന്നിട്ട് ഇവിടെ മാഞ്ഞു പോയോ? അറിയില്ല അങ്കിൾ. എന്താ മോളെ ഇതൊക്കെ? ആന്റി, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവള് ശ്രമിച്ചതാണ് തെറ്റ്. എന്തായാലും എന്നെ സംശയിച്ച സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ കാണിച്ചുതരാം. വെയിറ്റ് ചെയ്യ്, ഞാൻ കാണിച്ചുതരാം. ഒന്ന് മാറി, ഇപ്പൊ കാണിക്കാം. ഇത് നിന്റെ കയ്യിൽ വെച്ചോ. ഇനി ഇത് കാണിക്കാം. ആ, റിമോട്ടിങ്ങതാ. കണ്ട, ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല, ഇത് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. ഇതിവിടെ കാണിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാണു കാണു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്ന നേർത്ത വെയിലായി വന്നു. സോറി, ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണണ്ട. അത് ഞങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളാ. ഇതൊക്കെ കാണിക്കാനാണോ ഞങ്ങളോട് വേഗം വരാൻ പറഞ്ഞത്? ആന്റി, ഇത് ഇവൻ എന്നെ വീണ്ടും ചതിച്ചതാ. ഞാനോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വിളിച്ചു എഴുതിയിട്ട്. എന്തായാലും ഞങ്ങളിപ്പോ കണ്ടത് താൻ തന്നെയാണല്ലോ. ഇനി അതും താനല്ലെന്ന് പറയോ? സൂര്യ, ശരി അച്ഛാ, ഞാൻ പോവാ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. എന്തോന്നാടി ഇത്? മേലാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങളെ വലിച്ചെടുക്കരുതട്ടാ. നീ വന്നേ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വേണ്ട, ഞങ്ങളെല്ലാം കണ്ടതാണല്ലോ. എടി, നിനക്ക് എന്നാലും ഇത്രയും തൊലിക്കൊട്ടി ഉണ്ടാവുമെന്ന് ഈ അച്ഛൻ അറിഞ്ഞില്ലല്ലോ മോളെ. അയ്യേ, ഞാൻ പറയുന്നത് കേക്ക്. അച്ഛാ, അമ്മ ഞാനൊന്ന് പറയട്ടെ.